അടുത്ത എക്സ്പെരിമെന്റ് സ്പീഡ് ട്രിഗർ യൂസിംഗ് 741 IC. ന്യൂ ഫയൽ, ന്യൂ പ്രൊജക്ട്. പേര് കൊടുക്കുന്നു. അനലോഗ് ഓർ മിക്സ്ഡ് സെലക്ട് ചെയ്യുന്നു. ലൊക്കേഷൻ നമ്മുടെ മുമ്പ് ചെയ്ത അതേ ലൊക്കേഷൻ തന്നെയാണ്. ഈ ഡിസ്കിൽ സ്പൈസ് വർക്ക്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രൊജക്ട്. കമ്പോണൻസ് എടുക്കുന്നു. പ്ലേസ് എ പാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് IC ആണ് 741 UA 741 എന്നാണ് ഇതിലുള്ളത്. എന്റർ അടിക്കുന്നു. മൗസിന്റെ ലെഫ്റ്റ് കീ വെച്ചിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നു. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെസിസ്റ്റർ എടുക്കുന്നു. റൊട്ടേറ്റ് ചെയ്യാൻ കീബോർഡിലെ R എന്ന കീ ആണ് പ്രസ് ചെയ്യുന്നത്. നമ്മൾ V സൈൻ എടുക്കുന്നു. നമുക്ക് VDC ആവശ്യമായിട്ടുണ്ട്. നെഗറ്റീവ് 15 വോൾട്ടും പോസിറ്റീവ് 15 വോൾട്ടും ആണ് ആവശ്യം. അതിന് VDC തന്നെ നമ്മൾ കണക്ട് ചെയ്താൽ മതിയാകും. റൊട്ടേറ്റ് ആയിട്ട് നമ്മൾ നെഗറ്റീവ് പാർട്ട് ഫിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് വയർ ചെയ്യാം. പ്ലേസ് വയർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വയർ ചെയ്യണം. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തു റെസിസ്റ്റർ. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് V സൈന് കൊടുക്കുന്നു. പോസിറ്റീവ് VDCയും അതുപോലെ തന്നെ നെഗറ്റീവ് VDCയും ആണ് 4ലും 7ലും നമ്മൾ കണക്ട് ചെയ്തത്. ഇനി നമുക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ സർക്യൂട്ട് മുഴുവനായും വയർ ചെയ്യാം. ഇനി നമ്മൾ കമ്പോണൻസിനൊക്കെ വാല്യൂ കൊടുക്കാം. നമ്മൾ R1 3.3K, R2 1K തന്നെയാണ് കൊടുക്കുന്നത്. 15 വോൾട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് പോസിറ്റീവ് 15 വോൾട്ട് കിട്ടും. ഇവിടെയും 15 വോൾട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 4th പിന്നില് നമുക്ക് -15 വോൾട്ടേജും കിട്ടും. ഓഫ്സെറ്റ് നമ്മൾ 0 വോൾട്ടേജ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ടേജ് കൊടുക്കുന്നു. ഫ്രീക്വൻസി 1 kHz കൊടുക്കുന്നു. VAC 0. അടുത്തതായിട്ട് നമ്മൾ PSpiceൽ ന്യൂ സിമുലേഷൻ പ്രൊഫൈലില് നമ്മൾ പേര് കൊടുക്കുന്നു.
ക്രിയേറ്റ്. അപ്പൊ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവും. അവിടെ റൺ ടൈം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ കൊടുത്തത് 1 kHz ആണ്. അപ്പോൾ ടൈം പീരീഡ് 1 millisecond ആയിരിക്കും. അപ്പോൾ ടോട്ടൽ റൺ ടൈം നമ്മൾ ഒരു 5 millisecond കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 സൈക്കിള് കാണാൻ കഴിയും. സ്റ്റെപ്പ് സൈസ് നമ്മൾ 5 microsecond കൊടുക്കുന്നു. അനാലിസിസ് ടൈപ്പ് ടൈം ഡൊമൈൻ തന്നെയാണ് വേണ്ടത്. നമ്മൾ അപ്ലൈ. ഓക്കെ. ഇനി നമുക്ക് റൺ ചെയ്യാം. ഔട്ട്പുട്ട് വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ് ഔട്ട്പുട്ടിൽ കൊടുക്കാം. നമുക്ക് സ്മിത്ത് ട്രിഗറിന്റെ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് നോക്കിയിട്ട് നമുക്ക് UTPയും LTPയും എത്രയാണെന്ന് നോക്കാം. നമുക്ക് അപ്പർ ട്രിഗർ പോയിന്റും ലോവർ ട്രിഗർ പോയിന്റും ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പർ ട്രിഗർ പോയിന്റ് ആണിത്. ഏകദേശം 5 വോൾട്ടിന്റെ അടുത്താണ് കാണുന്നത്. അതുപോലെ തന്നെ ലോവർ ട്രിഗർ പോയിന്റും -5ന്റെ അടുത്താണ് കാണുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് 2 വിൻഡോ ആയിട്ട് പ്ലോട്ട് വിൻഡോ എടുത്തിട്ട് നമുക്ക് കാണാം. ഏഡ് പ്ലോട്ട് വിൻഡോ. സ്മിത്ത് ട്രിഗർ യൂസിംഗ് ഓപ്പാം സിമുലേഷൻ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.